എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 26 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ. 30ാമത്തെ ശ്ലോകം മുഴുവനും വേണ്ട, ഈ പറഞ്ഞതുപോലെ 30ാമത്തെ ആദ്യത്തെ വരിയിൽ കൂടിയിട്ട് പറഞ്ഞു നിർത്തുക ചെയ്യുന്നത്. പല പാഠങ്ങളിലും ഇത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പിന്നത്തെ വരി മുതൽ പിന്നത്തെ ശ്ലോകമായിട്ടും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു പുസ്തകത്തിനെ ആശ്രയിക്കുമ്പോൾ അതിലെങ്ങനെയാണ് പറഞ്ഞതെന്നുള്ള രീതിയിലല്ലേ പറയാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇതിൽ പറഞ്ഞ പ്രകാരം തന്നെ നമുക്ക് നോക്കി പോവാം. ആദ്യം 26ാമത്തെ ശ്ലോകം നോക്കാം. ദദുശ്ചൈവം വരാൻ സർവേ മുനയഃ സത്യവാദിന ആശ്ചര്യമിതമാഖ്യാനം മുനിനാ സംപ്രകീർത്തിതം. അങ്ങനെ അവരെല്ലാവരും കൂടിച്ചേർന്ന്, മുനിമാരെല്ലാവരും കൂടിച്ചേർന്ന് പറയാണ്, എന്തൊരു അത്ഭുതമാണിത് എന്നാണ് അവർ പറയണത്. അതാണ് ദദുശ്ചൈവം വരാൻ സർവേ മുനയ സത്യവാദിന. സാമവാദിന എന്നൊരു പാഠം കാണാനുണ്ട്, സത്യവാദിന എന്നുള്ള പാഠമാണ് ഞാൻ നോക്കണ പുസ്തകത്തിൽ കാണാനുള്ളത്. സത്യവാദികളായിട്ടുള്ള സത്യവചസ്സുകളായിട്ടുള്ള ഋഷിമാർ, സർവേ മുനയ, അവിടെ കൂടിയിരുന്ന എല്ലാ മുനിമാരും തന്നെ അവരെല്ലാവരും ചേർന്ന് വരാൻ ദദു, ഈ കുട്ടികൾക്ക് വരങ്ങളൊക്കെ നൽകി. ഏവം വരാൻ ദദു എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതായ വാക്കുകൾ കൊണ്ടും വസ്തുക്കൾ കൊണ്ടും ഉള്ളതായ വരങ്ങൾ, അനുഗ്രഹങ്ങൾ നൽകി എന്നാണ് പറഞ്ഞു നിർത്തിയത്. എന്നിട്ട് അവർ പറയാണ്, ആശ്ചര്യമിതമാഖ്യാനം മുനിനാ സംപ്രകീർത്തിതം. മുനിനാ സംപ്രകീർത്തിതം ഇതം ആഖ്യാനം ആശ്ചര്യം. വാൽമീകി മുനിയാൽ പ്രകീർത്തിക്കപ്പെട്ടതായ ഈ ആഖ്യാനമുണ്ടല്ലോ, ഈ കഥയുണ്ടല്ലോ, രാമായണ കഥ, അത് അത്യത്ഭുതകരമായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂലേ, ഇങ്ങനെയൊക്കെ വർണ്ണിക്കാൻ പറ്റൂലോ അല്ലേ, ഇങ്ങനെയൊക്കെ വരികളിൽ കഥകൾ പറയാൻ പറ്റൂലോ. ഇങ്ങനെ പലതരത്തിലുള്ള അത്ഭുതങ്ങളാണ് ശ്രീരാമൻ്റെ കഥ പറഞ്ഞതിലുള്ള അത്ഭുതം. വരികളിലൂടെ പറഞ്ഞത്, ഇത്ര വലിയൊരു കാവ്യം സൃഷ്ടിച്ചത്, വേദകാലഘട്ടത്തിന് ശേഷം പുതിയതായിട്ടുള്ള ഒരു സാഹിത്യത്തിൻ്റെ രൂപത്തിൻ്റെ ഭംഗി, ഇതൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഋഷിമാരെല്ലാവരും ഇങ്ങനെ പറഞ്ഞത്. എത്ര ഭംഗിയായിരിക്കുന്നു അതിൻ്റെ രചന, എത്ര വൈഭവത്തോടു കൂടിയിട്ടാണ് ഋഷി ഇത് രചിച്ചത് എന്നൊക്കെ, മുനി അതായത് വാൽമീകി ഇത് രചിച്ചത് എന്ന് അവിടെ കൂടിയിരുന്ന് എല്ലാവരും പറയണ്ടായി. ഇനിയും അടുത്ത 2 ശ്ലോകത്തിൽ 27ാമത്തെയും 28ാമത്തെയും ശ്ലോകത്തിൽ ഇവരുടെ അനുഗ്രഹമൊക്കെയാണ്. അതായത് ഈ മുനിമാർ ഈ ഗീതത്തിനെ, അതായത് രാമായണത്തിനെ പുകഴ്ത്തിക്കൊണ്ട് പറയണ ഭാഗങ്ങളാണ്. പരം കവീനാമാധാരം സമാപ്തം ച യഥാക്രമം അഭിഗീതമിദം ഗീതം സർവഗീതിഷു കോവിദൗ ആയുഷ്യം പുഷ്ടിജനനം സർവശ്രുതിമനോഹരം പ്രശസ്യമാനൗ സർവത്ര കഥാചിത്തത്ര ഗായകൗ. ഇവർ ഈ ബാലകന്മാർക്ക് ആശീർവാദം നൽകണതിൻ്റെ കൂട്ടത്തിൽ പറയാണ്, പരം കവീനാമാധാരം. ഇത് പരം എന്ന് പറഞ്ഞാൽ ഇനി വരും കാലങ്ങളിൽ, ഭാവിയിൽ ഈ ഒരു കാവ്യമുണ്ടല്ലോ അതെന്തായിത്തീരും, കവീനാം ആധാരം, കവികൾക്കൊക്കെ ആധാരമായി തീരും. എങ്ങനെ? യഥാക്രമം സമാപ്തം, വേണ്ടതുപോലെ എഴുതി തീർത്തതായ ഈ പറഞ്ഞ കാവ്യത്തിൽ, രാമായണത്തിൽ ശ്രീരാമൻ്റെ ആദ്യകാലത്തെ കഥ മുതൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വരെ വർണ്ണിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം വളരെ വ്യക്തമായിട്ട് ക്രമമായിട്ട്, അതാണ് യഥാക്രമം, എങ്ങനെയാണോ സംഭവിച്ചത് അതേപോലെ തന്നെ യാതൊരു മാറ്റവുമില്ലാതെ വർണ്ണിച്ചിരിക്കുന്നതായ ഈ കഥയുണ്ടല്ലോ, ഈ രാമായണ കഥ, അത് മുഴുവനും തന്നെ കവികൾക്ക് ആധാരമായിട്ട് ഭവിക്കും. അപ്പോൾ ആരംഭിച്ചതും കേമായി, അവസാനിപ്പിച്ചതും വളരെ കൃത്യമായിട്ട്, അതിൻ്റെ ഒരു ക്രമം വളരെ വ്യക്തമാണെന്നുള്ളത് കൊണ്ട് വരാൻ പോകുന്ന കവികൾക്കൊക്കെ തന്നെ ആധാരമായിട്ട് ഭവിക്കും. ആധാരമാവുക എന്നുള്ളത് കൊണ്ട് അതിൻ്റെ വിഷയത്തിൻ്റെ മേന്മ കൊണ്ട് ആധാരമാവാം, കാവ്യം എഴുതിയ രീതി കൊണ്ട്, അതിൻ്റെ വർണ്ണനയുടെ സൗന്ദര്യം കൊണ്ട്, പദങ്ങളുടെ ലാളിത്യം, പദങ്ങളുടെ പ്രയോഗം, ഇങ്ങനെയുള്ള സമസ്ത കാര്യങ്ങളിലും രാമായണം ഒരു മാതൃകയായിട്ട് ഭവിക്കും. അതുകൊണ്ട് വരാൻ പോണവർക്ക് ഇത് നോക്കിയാൽ എങ്ങനെ കാവ്യം എഴുതണം, എങ്ങനെ ലളിതമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, മറ്റുള്ളവർക്ക് എങ്ങനെ മാതൃകാപരമായിട്ട് ഒരു കാവ്യം നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ളതിനൊക്കെ ഒരു മാതൃകയാണ് രാമായണമാണ് വരാൻ പോണ കവികൾക്കൊക്കെ ആധാരം എന്ന് ഋഷിമാരെ കാവ്യത്തിനും ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. മാത്രമല്ല അത് പാടിയവരുടെ മാഹാത്മ്യവും പറയണല്ലോ, അവരും നിസ്സാരക്കാരല്ല. അതാണ് അഭിഗീതമിദം ഗീതം സർവഗീതിഷു കോവിദൗ. സർവഗീതിഷു കോവിദൗ ഇദം ഗീതം അഭിഗീതം.
സർവഗീതിഷു എന്ന് വെച്ചാൽ പാട്ടൊക്കെ പാടാൻ നല്ല വശതയുള്ളവർ, ഏത് പാട്ട് കൊടുത്താലും നന്നായി പാടാൻ കഴിവുള്ള ആൾക്കാർ, അതാണ് സർവഗീതിഷു. എല്ലാ ഗീതങ്ങളിലും കഴിവുറ്റവരായ രണ്ടുപേരല്ലേ കോവിദവും, മിടുക്കന്മാരായിട്ടുള്ള രണ്ടുപേരല്ലേ നിങ്ങൾ കുമാരന്മാരെ. സർവഗീതിഷു കോവിദോ, നിങ്ങൾ അത് അഭിസംബോധനയാണ്. ബാലകന്മാരെ നിങ്ങളല്ലേ ഇത് നന്നായി പാടിയത്, പിന്നെ ഇതിനെങ്ങനെയാണ് മേന്മ കിട്ടാതിരിക്കുന്നത്? അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പാടുകയും ചെയ്തു. അതാണ് സർവഗീതിഷു കോവിദവും ഇതം ഗീതം അഭിഗീതം. ഈ പാട്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പാടിയില്ലോ, അത് വളരെ പ്രസിദ്ധമാവാൻ പോണേ ഉള്ളൂ. ഇനി അതിൻ്റെ കാലമാണ് വരാൻ പോണത് എന്നൊക്കെ ഋഷിമാർ അനുഗ്രഹിക്കുകയാണ്. മാത്രമല്ല അത് കേട്ടാലുണ്ടാവണ ഫലശ്രുതിയാണ്. അതാണ് ആയുഷ്യം പുഷ്ടിജനനം സർവശ്രുതി മനോഹരം. ഇത് ആയുസ്സുണ്ടാക്കുന്നതാണ്, ദീർഘായുസ്സിനെ ഉണ്ടാക്കി കൊടുക്കും. പുഷ്ടിജനനം എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാക്കി കൊടുക്കും. മാത്രമല്ല കേൾക്കാൻ ഇമ്പമായിട്ടുള്ള, അതാണ് സർവശ്രുതി മനോഹരമായിട്ടുള്ള ഈ രാമായണം ഉണ്ടല്ലോ, അതാണ് സർവശ്രുതി. എല്ലാവരുടെ കാതുകൾക്കും ഇമ്പം പകരുന്നതായിട്ടുള്ള ഈ രാമായണം ആയുഷ്യമാണ്, പുഷ്ടിജനനവുമാണ്. എല്ലാവർക്കും ആയുസ്സുണ്ടാക്കും, എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാക്കും. മാത്രമല്ല നിങ്ങളും ഇതാ പ്രശസ്തരായിട്ടുള്ള ഗായകന്മാരാവാൻ പോവുകയാണ്. അതാണ് പ്രശസ്യമാനോ സർവത്ര കഥാചിത് അത്ര ഗായകൗ. പ്രശസ്യമാനം എന്ന് വെച്ചാൽ പുകഴ്ത്തപ്പെടേണ്ടവരാണ് നിങ്ങൾ. അപ്രകാരം തന്നെ പാടി പുകഴ്ത്തി നടക്കുന്ന, അതായത് രാമായണ കഥ പാടി പുകഴ്ത്തി നടക്കുന്ന പുകഴ്ത്തപ്പെടേണ്ടവരായിട്ടുള്ള മിടുക്കുള്ള കഴിവുള്ളവരായിട്ടുള്ള ബാലകന്മാരെ നിങ്ങൾക്ക് പ്രശസ്തിയും പദവിയുമൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. എല്ലായിടത്തും നിങ്ങളുടെ പേര് കേൾക്കട്ടെ, നിങ്ങൾക്ക് വളരെ വലിയ അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്നെല്ലാം ഈ ഋഷിമാരെല്ലാവരും അനുഗ്രഹിച്ചു. അതാണ് പ്രശസ്യമാനോ സർവത്ര കഥാചിത് അത്ര ഗായകൗ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. നിങ്ങൾക്ക് എവിടെ പോയാലും ഏതൊരു നാട്ടിലെത്തിയാലും നിങ്ങൾക്ക് ഈ പാട്ടുകൊണ്ട് മേന്മയുണ്ടാവട്ടെ, പ്രശസ്തി ഉണ്ടാവട്ടെ എന്നൊക്കെ അർത്ഥം. അങ്ങനെ അവിടെ നിന്ന് പാടലൊക്കെ കഴിഞ്ഞ് ഇവരുടെ അനുഗ്രഹമൊക്കെ കിട്ടിയതിന് ശേഷം ഇവരിത് പാടിക്കൊണ്ട് നടക്കുകയാണ്. അതാണ് ഇവിടെ പറയണത് 29ാമത്തെ ശ്ലോകത്തിൽ. രഥ്യാസു രാജമാർഗേഷു ദദർശ ഭരതാഗ്രജ സ്വവേശ്മജാനീയ തതോ ഭ്രാതരൗ സകുശീലവൗ. അങ്ങനെ ഇവർ വഴികൾ തോറും പഥങ്ങൾ തോറും പാടി നടക്കുകയായിരുന്ന ഈ കുട്ടികളെ ഒരു ദിവസം രാമൻ തിരിച്ചറിയാണ്. തൻ്റെ കുട്ടികളെന്നുള്ള രീതിയിലല്ല കേട്ടോ, നന്നായി പാട്ട് പാടുന്ന രണ്ട് കുട്ടികൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ശ്രീരാമന് മനസ്സിലായി. അതാണ് ഇവിടെ പറയുന്നത് രഥ്യാസു, രഥ്യകളിൽ കൂടെ. രഥ്യ എന്ന് പറഞ്ഞാൽ ഇടവഴികളാണ്, ചെറിയ ചെറിയ ഇടവഴികളിൽ കൂടെയൊക്കെ ഇത് പാടി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാജമാർഗങ്ങളിൽ കൂടെയും പാടി നടക്കുന്നുണ്ട്. രാജമാർഗേഷു, രാജമാർഗങ്ങളിലും കൂടി നടക്കുന്നവരായിട്ടുള്ള ഈ ബാലകന്മാരെ ഭരതാഗ്രജ ദദർശ. ഈ ബാലകന്മാരെ എന്നുള്ളത് അവസാനം കൊടുത്തിരിക്കുന്നത് സകുശീലവൗ ഭ്രാതരോ, ഈ സഹോദരന്മാരായിട്ടുള്ള ഈ ലവകുശന്മാരെ ഒരിക്കൽ ശ്രീരാമൻ തന്നെ നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. അതാണ് ഭരതാഗ്രജ ദദർശ, ഭരതാഗ്രജൻ കാണാനിടയായി. ഭരതാഗ്രജൻ ഭരതൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമൻ. എന്നിട്ട് എന്താ ചെയ്തത്? തതോ സ്വവേശ്മച ആനീയ, എന്നിട്ട് സ്വന്തം ഗൃഹത്തിലേക്ക് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോന്നു. ഈ ബാലകന്മാരിങ്ങനെ പാടി നടക്കണത് കേട്ടപ്പോൾ മനസ്സിലായി തൻ്റെ കഥയാണ് പാടണത് എന്നുള്ളത് ശ്രീരാമന് മനസ്സിലായില്ലോ. ശ്രീരാമന് മനസ്സിലായില്ലോ, ശ്രീരാമന് മനസ്സിലാവൂലോ. അതുപോലെ തന്നെ ആ നാട്ടുകാർക്കൊക്കെ മനസ്സിലാവും. മനസ്സിലാവാത്തത് നന്നായി പാടുന്ന ഈ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അത് ആരുടെ കഥയാണെന്നൊന്നും മുഴുവൻ മനസ്സിലായിട്ടല്ല, ശ്രീരാമൻ ആണ് എന്നുള്ളത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. തങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല. പക്ഷേ അതിങ്ങനെ പാടി നടക്കണ കണ്ടപ്പോൾ ഈ രസകരമായിട്ടുള്ള പാട്ടൊന്ന് കേട്ടു നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ശ്രീരാമൻ ആ ബാലകന്മാരെ, കുശലവന്മാർ ആ ബാലകന്മാരെ രണ്ടുപേരെയും സ്വവേശ്മ ച ആനീയ, സ്വന്തം ഗൃഹത്തിലേക്ക് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ 30ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരിയിലാണ് അന്വയം ചെന്ന് നിൽക്കുന്നത്. പൂജയാമാസ പൂജാർഹൗ രാമ ശത്രുനിബർഹണ രാമ പൂജാർഹൗ പൂജയാമാസ. ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നവനായ രാവണൻ പോലെയുള്ള ഘടാഘടിയന്മാരായിട്ടുള്ള ശത്രുക്കളെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് എല്ലാ ശത്രുക്കളെയും ഇല്ലായ്മ ചെയ്തവനായിട്ടുള്ള ആ ശ്രീരാമൻ പൂജാർഹൗ പൂജയാമാസ,
പൂജാർഹന്മാരായിട്ടുള്ള ആ 2 ബാലകരെ, അവർ പൂജാർഹന്മാർ തന്നെയായിരുന്നു. അതായത് ആദ്യമേ മുനിമാർ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പ്രശസ്തിയൊക്കെ കിട്ടും, നിങ്ങളിത് പാടിക്കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അംഗീകാരം വരും, നിങ്ങളെ തേടി അംഗീകാരം വരും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ കൃത്യമായിട്ട് യഥാർത്ഥത്തിൽ സംഭവിക്കുക ചെയ്തത്. ഇവരിങ്ങനെ വഴികളിൽ കൂടെയൊക്കെ ഇങ്ങനെ പാട്ടുപാടി, ആ ബാലകന്മാർ 2 പേരും ഭംഗിയായിട്ട് പാട്ടുപാടി നടക്കുന്നത് കണ്ടപ്പോൾ അവരുടെ കഥ കേട്ട് അവർ പാടുണ്ടെന്ന് മനസ്സിലായിട്ട് ശ്രീരാമൻ അവരെ കൊണ്ടുവന്നു. അവരെ വേണ്ട വിധം പൂജിച്ചു. ചെറിയ കുട്ടികളാണെന്നുള്ളത് കൊണ്ട് അതിനൊന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല. അതാണ് പൂജാർഹൗ പൂജയാമാസ. പൂജ അർഹിക്കുന്നവരായിട്ടുള്ള ആ ബാലകന്മാരെ ശ്രീരാമൻ പൂജിച്ചിരുത്തി. എന്നിട്ട് ശ്രീരാമൻ അവിടെ ഇരുന്നിട്ട് സഹോദരന്മാരോട് കൂടിയിട്ട് ഈ പാട്ട് രാമായണം കേൾക്കാൻ പുറപ്പെടുകയാണ്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ തീരാണ് ചെയ്യണത് എന്നുള്ളത് കൊണ്ട് ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ദദുശ്ചൈവം വരാൻ സർവേ മുനയഃ സത്യവാദിന ആശ്ചര്യമിതമാഖ്യാനം മുനിനാ സംപ്രകീർത്തിതം പരം കവീനാമാധാരം സമാപ്തം ച യഥാക്രമം അഭിഗീതമിദം ഗീതം സർവഗീതിഷു കോവിദൗ ആയുഷ്യം പുഷ്ടിജനനം സർവശ്രുതിമനോഹരം പ്രശസ്യമാനോ സർവത്ര കഥാചിത്തത്ര ഗായകൗ രഥ്യാസു രാജമാർഗേഷു ദദർശ ഭരതാഗ്രജ സ്വമേഷ്മജാനീയ തതോ ഭ്രാതരൗ സകുശീലവൗ പൂജയാമാസ പൂജാർഹൗ രാമഃ ശത്രുനിബർഹണ. അങ്ങനെ രാമൻ അവരെ പൂജിച്ചൊക്കെ ഇരുത്തി പാട്ട് രാമായണം ഗീതം എന്നൊക്കെ പറഞ്ഞുല്ലോ. അതായത് വെറുതെ ശ്ലോകമല്ല, വെറുതെ വേദം ചൊല്ലുന്നത് പോലെയല്ല ചൊല്ലുന്നത്, സംഗീതം ചേർത്തുകൊണ്ട് തന്നെയാണ് ചൊല്ലുന്നത്. അതുകൊണ്ടാണ് അതിന് ഗീതമെന്നും അതുപോലെ ഗായകന്മാരാണ് കുട്ടികൾ, നടന്മാരാണ്, കുശീലവന്മാരാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ആ പാട്ട് കേൾക്കാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് സഹോദരന്മാരെല്ലാവരും കൂടെ ഇരിക്കുന്ന കഥയൊക്കെ അടുത്ത ദിവസം നോക്കാം. അടുത്ത ദിവസത്തോട് കൂടിയിട്ട് ഈ ഒരു സർഗം പൂർത്തിയാവും ചെയ്യും. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.